രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇനിയും ബാക്കിയാവുന്നത്. പരാതി വന്ന അടുത്ത ദിവസം തന്നെ രാഹുൽ തിരുവനന്തപുരത്തെ അഭിഭാഷകന്റെ അടുത്തെത്തി വക്കാലത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം രാഹുൽ എങ്ങോട്ട് പോയെന്നോ എങ്ങനെ ആരും അറിയാതെ വക്കാലത്ത് ഒപ്പിടാനായി ഇങ്ങോട്ട് തലസ്ഥാനത്തേക്ക് എത്തി എന്നുള്ള കാര്യമോ അറിവില്ല. അതേസമയം പാലക്കാട് രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം അതിശക്തമായി തുടരുകയാണ്. രാഹുൽ എവിടെയാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ തിരുവനന്തപുരത്ത് പോയിരുന്നു, വക്കാലത്ത് ഒപ്പിട്ട് നൽകിയിരുന്നു. അതിനുശേഷം രാഹുൽ എവിടെയാണെന്നുള്ളത് ആർക്കും അറിയില്ല. രാഹുൽ തിരികെ പാലക്കാട്ടേക്ക് വന്നോ അതോ മറ്റേതെങ്കിലും സ്ഥലത്താണോ, പാലക്കാട്ടെ തന്നെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലാണോ നിലവിൽ തുടരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ ബാക്കി നിൽക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വാർത്തകൾ വന്ന് രാഹുലിനെതിരെ പരാതി ലഭിച്ച ഉടൻ ഈ ഹൈവേയിലൂടെ പാലക്കാട് നിന്ന് രാഹുൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ചു. അതിനുശേഷം വക്കാലത്തിൽ ഒപ്പിട്ടു. അതിനുശേഷം തിരികെ പാലക്കാട്ടേക്ക് തന്നെ വന്നോ അതോ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോയോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഏതായാലും രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ സാധാരണ ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പരാതി വരുമ്പോഴൊക്കെ തന്നെ അതിൽ ആരോപണ വിധേയനായ ആൾക്ക് ഒരുപക്ഷെ ജാമ്യാപേക്ഷ, മുൻകൂർ ജാമ്യം അത് കോടതിയുടെ പരിഗണനയിലാണെങ്കിൽ അത് പരിഗണിക്കുന്നത് വരെ ഏതായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കാറില്ല. അത്തരത്തിലൊരു ആനുകൂല്യം രാഹുലിന് കിട്ടുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും പാലക്കാട് രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ്. ഇന്ന് SFI വലിയ പ്രതിഷേധം രാഹുലിനെതിരെ നടത്തി. ഇയാൾ ഈ നാട് കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ റേപ്പിസ്റ്റ് ആണ്, ഇയാൾ ഒരു പീഡന വീരനാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ ഒട്ടിച്ചിട്ടുണ്ട്. രാഹുലിനെ പിടിക്കുന്നത് വരെ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ബസ് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ എങ്ങനെയാണോ പ്രചരണം നടത്തേണ്ടത് ആ രീതിയിൽ SFI പ്രചരണം നടത്തുന്നതിന് വേണ്ടി തയ്യാറാവും. അതേസമയം തന്നെ രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് BJPയും CPIയും രംഗത്ത് വന്നു. കോൺഗ്രസ് അറിയാതെ ഇപ്പോൾ ഇയാൾ എവിടെയായിരിക്കുന്നുണ്ടാവുക? അവരല്ലേ സംരക്ഷിക്കും, പിന്നെ അല്ലാതെ അവരല്ലേ സംരക്ഷിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അതാണ് കോൺഗ്രസ് പാർട്ടി. പോലീസിന്റെ നിയമ നടപടികളുമായിട്ട് മുമ്പിലേക്ക് പോകും. അതിലൊന്നും പോലീസ് ആരെയും ഭയക്കുന്നതല്ല കേരളത്തിലെ പോലീസ്. രാഹുലും ആ യുവതിയുമായിട്ട് ഇരയുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ ജാമ്യം ലഭിക്കാനായിട്ട് ദുർബലമായിട്ടുള്ള വാദങ്ങൾ രാഹുൽ നിരത്തും. ഏതായാലും രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് ഇന്നും കടന്നു പോകുന്നത്. ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.